പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വിഷമാണ്. അപ്പോൾ ഇവർ തന്നെയാണ് പറയാറ് ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ നല്ല സാധനമാണെന്നാണ് ഇവർ തന്നെ പറയാറ്. അപ്പൊ ജിഹാദ് എന്ന് പറഞ്ഞാൽ നല്ല സാധനമാണ്, അത് യുദ്ധമല്ല, അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനമല്ല എന്ന് പറയുന്ന ആളുകൾ എന്തുകൊണ്ടാണ് നിങ്ങളൊരു പൊട്ടൻഷ്യൽ ജിഹാദിയാണെന്ന് പറയുമ്പോൾ നിലവിളിക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു നല്ല സംഭവമാണ്, ആത്മസംസ്കരണമാണ്, ആത്മശുദ്ധീകരണമാണ് ഈ ജിഹാദ് എന്നുണ്ടെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ആത്മശുദ്ധീകരണം നടത്തുന്ന ആൾ, ഇത്രയല്ലേ നമ്മൾ ഉദ്ദേശിക്കേണ്ടതുള്ളൂ സത്യം പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് എന്തോ തകരാറുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, ഈ ജിഹാദിന് എന്തോ കുഴപ്പമുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. ഇതാണ് അതിന്റെ പ്രശ്നം. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ എന്താണോ ആ പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് പറയുന്നതിൽ ജിഹാദി എന്ന് പറയുന്നിടത്ത് നിങ്ങൾക്ക് വരുന്നത്, അത് നിങ്ങൾക്ക് എങ്ങനെ ഉത്തരം കിട്ടി? എന്തുകൊണ്ട് അതാണ് ജിഹാദ് എന്ന് സമ്മതിച്ച് അതിനെ തള്ളി പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല? ഇതാ ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ യൂണിഫോം സിവിൽ കോഡ് മറ്റതൊക്കെ വിടുക, ഏറ്റവും മിനിമം ഒരു മുസ്ലിം ഇന്ന് തള്ളിക്കളയണ്ട. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഡൽഹി ബോംബ് ബ്ലാസ്റ്റ് നടന്നു നിൽക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഇന്നിവിടെ സംസാര വിഷയമായിട്ടുള്ള വാക്ക് എന്താണ്? ഏതാണ് ആ വാക്ക്? വൈറ്റ് കോളർ ടെറർ എന്നാണ് പറയുന്നത്. ഈ വൈറ്റ് കോളർ ടെറർ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ന്യൂസിൽ പറഞ്ഞു, ഞാൻ പറഞ്ഞത് മുസ്ലിം ഈസ് എ പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് ഞാൻ പറഞ്ഞുള്ളൂ, അതിനുള്ള കാരണങ്ങൾ നമ്മൾ പറയുന്നു എന്തുകൊണ്ടെന്ന് പറഞ്ഞു. പക്ഷെ കഴിഞ്ഞ ദിവസത്തെ വാർത്തകളിൽ നമ്മൾ എന്താ കണ്ടത്? മുസ്ലിം ഡോക്ടർമാരുടെ ഇടയിലും ഇതെല്ലാം ഒളിഞ്ഞിരിപ്പുണ്ടാവും എന്ന രീതിയിൽ ഇവിടെ 24 ന്യൂസിൽ അരുൺകുമാർ എന്ന് പറയുന്നതാണ് നമ്മൾ